നമ്മളെല്ലാവരും ഏറെ ആഘോഷിച്ച പ്രൊക്ലമേഷനുകളിൽ ഒന്നായിരുന്നു കേരള സൂപ്പർ ലീഗിന്റെ എന്ന്. ISL മാതൃകയിൽ കേരളത്തിൽ നിന്നൊരു സൂപ്പർ ലീഗ് ഉയർന്നു വരുമ്പോൾ കേരളത്തിലെ ഫുട്ബോൾ കൈരളിക്ക് ഒരു വല്ലാത്ത നവോന്മേഷം ലഭിക്കും. കൂടുതൽ ക്ലബ്ബുകൾ വരും, കൂടുതൽ താരങ്ങൾ എൻഗേജ് ആവും, ആക്റ്റീവായിട്ട് ഫുട്ബോൾ വികാരം ആരാധകരുടെ ഉള്ളിൽ ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കും. ഇത്തരത്തിലൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു കേരള സൂപ്പർ ലീഗ് എന്ന ഐഡിയയ്ക്ക് രൂപം കൊടുത്തത്. അത് ഇവിടുത്തെ ഫുട്ബോൾ വികാരത്തിന് സ്വാഭാവികമായിട്ടും വിറ്റഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കൊണ്ടുവന്ന ഒരു ബിസിനസ് ഐഡിയ തന്നെയാണ്. ഏതായാലും അതിന്റെ ഫ്രാഞ്ചൈസി അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കും എന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഏതൊക്കെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു കേരള സൂപ്പർ ലീഗ് നടക്കുക എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇത്തവണ കേരള സൂപ്പർ ലീഗിലെ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് 3 സ്റ്റേഡിയങ്ങളിലാണ്. കൃത്യമായിട്ട് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ജനത്തിരക്ക് ഉണ്ടാക്കി പ്രൂവ് ചെയ്തിട്ടുള്ള ഗാലറികൾക്ക് നടുവിൽ തന്നെയാണ് മത്സരം നടക്കുന്നത്. ഒന്ന് നമ്മുടെ കോഴിക്കോട്ടെ EMS കോർപ്പറേഷൻ സ്റ്റേഡിയം, നമ്മുടെ ഗോകുലം കേരള എഫ്സിയുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള അവിടെയാണ് മത്സരം നടക്കുന്നത്. മറ്റൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. അത് വിട്ടുകൊടുക്കോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം. കൊടുക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് തന്നെ വന്നിട്ടുള്ളത്. അതുകൂടാതെ നമ്മുടെ മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് മത്സരം നടക്കാൻ പോകുന്നത്. അപ്പം കേരള സൂപ്പർ ലീഗിന്റെ ഈ വർഷത്തെ മത്സരങ്ങളെല്ലാം നടക്കുന്നത് 3 സ്റ്റേഡിയങ്ങളിൽ വെച്ചിട്ടാണ്. ഒന്ന് ഗോകുലത്തിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള EMS കോർപ്പറേഷൻ സ്റ്റേഡിയം, മറ്റൊന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, മറ്റൊന്ന് കേരളത്തിന്റെ സന്തോഷ് ട്രോഫി പോരാട്ടങ്ങൾക്ക് വേദിയായിട്ടുള്ള മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട്. അങ്ങനെ മത്സര വേദികളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇങ്ങനെ ഏറെ കുട്ടിഘോഷിച്ച് നമ്മുടെ കേരള സൂപ്പർ ലീഗിന്റെ ഫ്രാഞ്ചൈസികളും ടീമുകളും ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം ബിഡേഴ്സിന്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ സമ്പന്നമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു നടന്നത്. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലെ ലെജൻസ് ഉണ്ടായിരുന്നു, കായിക മന്ത്രി ഉണ്ടായിരുന്നു, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ സൗണ്ട് മാത്രമില്ലായിരുന്നു. സംഭവത്തിന് ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ പറയുന്നത് എന്താണെന്ന് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഏതായാലും ടീമുകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. 1-2 ടീമുകൾക്ക് മാത്രമേ ഉള്ളൂ അത്യാവശ്യം അഴവഴമ്പം പേര്. ബാക്കി എല്ലാത്തിനും ഒരു IPL ടീമുകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ കിണ്ണം പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മലപ്പുറത്ത് ക്ലബിന്റെ പേര് മലപ്പുറം FC എന്നാണ്. അതുകൂടാതെ കാലിക്കട്ട് എന്നുള്ള ടീമിന് നല്ല കിണ്ണം പേരാണ്, കാലിക്കട്ട് സുൽത്താൻ FC, നല്ല കിണ്ണം പേര്. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരം കൊമ്പൻസ് FC എന്ന് പറയുന്ന മറ്റൊരു ടീമുണ്ട്. തൃശ്ശൂരിൽ നിന്നും തൃശ്ശൂർ റോവേഴ്സ് FC, അത് കൊള്ളാം. സിംഹഗർജനം പോലെ തൃശ്ശൂരിന്റെ പുലിക്കുട്ടികളുടെ ശബ്ദം മുഴങ്ങുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ കണ്ണൂരിൽ നിന്നും കണ്ണൂർ സ്കോഡ് ഫുട്ബോൾ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു പേരാണ്. പിന്നെ കൊച്ചി പൈപ്പേഴ്സ് FC. അപ്പം ഇതാണ് നമ്മുടെ പ്രഥമ കേരള സൂപ്പർ ലീഗ് അനൗൺസ് ചെയ്തപ്പം അതിന്റെ ഒരു ഫ്രാഞ്ചൈസികളായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. പേരുകളൊക്കെ അത്യാവശ്യം കൊള്ളാം. പിന്നെ മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റിംഗും ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഹോട്ട്സ്റ്റാർ വഴിയായിരിക്കും മത്സരങ്ങളുടെ ഒരു ലൈവ് ടെലികാസ്റ്റിംഗും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൂടാതെ ഹോട്ട്സ്റ്റാർ വഴി ലൈവ് സ്ട്രീമിംഗും പിന്നെ നമ്മുടെ സ്റ്റാർ സ്പോർട്സ് വഴി അതിന്റെ ലൈവ് ടെലികാസ്റ്റിംഗും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം കേരളത്തിലെ ഫുട്ബോൾ ജ്വരത്തിന് പുതിയൊരു മുതൽക്കൂട്ട് കൂടി ആവട്ടെ ഈ പുതിയ ഇനിഷ്യേറ്റീവ് എന്ന് നമുക്ക് ആശംസിക്കാം.